ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ദീവീസ് ക്രിയേഷൻസ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്ത് പൂത്ത് നിൽക്കുന്ന മനോഹരമായിട്ട് നട്ടു വളർത്തുന്ന ചെടികളിലൊന്നാണ് കടലാസ് ചെടി അഥവാ ബൊഗെയിൻവില്ല. പല നിറങ്ങളിലും പല വെറൈറ്റിയിലും പൂത്ത് നിൽക്കുന്നവയെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ച് ഈ മാസം ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പലവരും പറയാറുണ്ട്, പരാതിയായിട്ട് തന്നെ പറയാറുണ്ട്, കടലാസ് ചെടിയിൽ പല രീതിയിലുള്ള വളങ്ങളൊക്കെ കൊടുത്തു, എന്നാലും ഇലകൾ മാത്രമേ ഉള്ളൂ, പൂക്കളൊന്നും ഇല്ലെന്ന്. എൻ്റെ കടലാസ് ചെടിയിൽ പൂക്കൾ ഒട്ടും കാണുന്നില്ല, ഇലകൾ മാത്രമേ ഉള്ളൂ, നന്നായിട്ട് വളരുന്നുണ്ട്, പക്ഷേ പൂക്കളൊന്നും ഇല്ലെന്ന്. ഇതിൻ്റെ പ്രധാന പരിഹാരമാണ് DAP അഥവാ ഡൈ അമോണിയം ഫോസ്ഫറേറ്റ്. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് DAP കടലാസ് ചെടിയിൽ എങ്ങനെ ശരിയായി ഉപയോഗിക്കാമെന്നും വിപണിയിൽ കിട്ടുന്ന കറുപ്പ് നിറത്തിലുള്ളതാണോ വെള്ള നിറത്തിലുള്ള DAPകളിലാണ് ഏതാണ് നമുക്ക് ചെടിക്ക് ഏറ്റവും അനുയോജ്യമായതെന്ന് പറയാനാണ് കേട്ടോ. അപ്പോൾ പലവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ബ്ലാക്ക് കളറിൻ്റെ DAP യൂസ് ചെയ്യുന്നത്, അതുപോലെ വൈറ്റ് DAP യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ഏതാണ്? പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നഴ്സറിയിലേക്കൊരു രഹസ്യമാണ്, ചെടി വളർത്തുകാരുടെ ഒരു മെയിനായിട്ടുള്ള രഹസ്യമാണ് ഈ DAP വളം. അപ്പോൾ ആ നന്നായിട്ട് പൂക്കൾ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു വളത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ. DAP എന്നാൽ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. ഇതിൽ 18% നൈട്രജനും ഇതിൽ 46% ഫോസ്ഫേറ്റ് അടങ്ങിയിരിക്കുന്നു. കടലാസ് ചെടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വേരുകൾ ശക്തമാകാനും പൂക്കൾ ധാരാളമായി ഉണ്ടാകാനും ഈ ഫോസ്ഫറസ് സഹായിക്കുന്നു. പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വേരുകളുടെ വളർച്ച, ചെടിയുടെ വേരുകൾ ആഴത്തിലിറങ്ങാൻ സഹായിക്കുന്നു, അതുപോലെ തന്നെ കൂടുതൽ പൂക്കൾ, ചെടിയിൽ പൂമൊട്ടുകൾ ഉണ്ടാകാനായിട്ട് പ്രേരിപ്പിക്കുന്നു. പിന്നെ അതുപോലെ വേഗത്തിൽ ഫലം, അതായത് ചെടി പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മാറ്റം കണ്ടു തുടങ്ങും. നമ്മൾ DAP ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പൂക്കൾ ചെടികളിലും ഒക്കെ പച്ചക്കറികളിലൊക്കെ നമ്മൾ DAP ഉപയോഗിക്കുമ്പോൾ പലർക്കുള്ളൊരു സംശയമാണ്, അതായത് DAP വെള്ള നിറത്തിലും ഉണ്ട്, കറുപ്പ് നിറത്തിലുണ്ട്. അപ്പോൾ ഏത് DAP ആണ് നമുക്ക് പൂക്കൾ നന്നായിട്ട് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യണതെന്ന്. അപ്പോൾ അത് വലിയൊരു സംശയമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വ്യക്തമായിട്ട് പറയാം. അതായത് വെള്ളത്തിൽ വളരെ പെട്ടെന്ന് അലിയും വെള്ള നിറത്തിലുള്ള DAP. കറുത്തതാണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും അലിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. വെള്ള നിറത്തിലുള്ള ഒരു DAP ഒരു സ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി നോക്കുക, അതുപോലെ തന്നെ ബ്ലാക്ക് മറ്റൊരു ഗ്ലാസ്സിലേക്ക് കലർത്തുക. രണ്ടും സ്പൂൺ വെച്ച് കലക്കി നോക്കുക, ഒരു 5-10 മിനിറ്റ് കലക്കി നോക്കുക. കൃഷിക്ക് ചേർക്കുന്ന DAP, അതായത് ബ്ലാക്ക്, എത്ര നേരം വെള്ളത്തിലിട്ടാലും കലകി കിടക്കത്തില്ല, അതിങ്ങനെ കല്ല് പോലെ കിടക്കുകയുള്ളൂ. പക്ഷേ ചെടികളിൽ ചേർക്കുന്ന വെള്ള നിറത്തിലുള്ള DAP പെട്ടെന്ന് അലിഞ്ഞു പോകും. അപ്പോൾ കൃഷിക്ക് ഉപയോഗിക്കുന്നത് ചെടിക്ക് ഉപയോഗിക്കാമോ എങ്കിലും പെട്ടെന്ന് അങ്ങനെ ഫലം കിട്ടില്ല. ചെടിക്ക് ഉപയോഗിക്കാറുണ്ട് ബ്ലാക്ക് നിറത്തിലുള്ള DAP, പക്ഷേ നമ്മൾ വെള്ളം കൊടുക്കുന്നതിൻ്റെ അത്ര ഫാസ്റ്റിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. പിന്നെ റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് ചെടി മേടിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിൽ അലിയുന്ന DAP ചോദിച്ച് മേടിക്കണം. അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് DAP വളം, NPK വളമൊക്കെ എങ്ങനെയാണ് വാങ്ങിക്കുന്നതെന്ന്. നമ്മൾ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. ഓൺലൈനിൽ നിങ്ങൾ DAP വളമാണ് മേടിക്കണമെങ്കിൽ വാട്ടർ സോൾവബിൾ DAP എന്ന് ചോദിച്ച് മേടിക്കേണ്ടതാണ്. ചെടിക്ക് DAP കൊടുക്കുന്നതിലുള്ള പ്രയോജനം എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പറയാം. DAPയിൽ ചെടിക്ക് ആവശ്യമായ നൈട്രജനും ഫോസ്ഫറസൊക്കെ നല്ല രീതിയിൽ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ നൈട്രജനും ഫോസ്ഫറസും അല്ലാതെ തന്നെ മറ്റ് 2 പോഷകങ്ങളും കൂടി ഈ DAP വളത്തിലുണ്ട്. അത് സൾഫറും കാൽഷ്യവും ആണ് കേട്ടോ. സൾഫർ 17-18%, കാൽഷ്യം 20-22%. പിന്നെ അതുപോലെ തന്നെ സൾഫർ മണ്ണിലുണ്ടെങ്കിൽ ചെടികൾക്ക് ഫോസ്ഫറസ് നല്ല രീതിയിൽ വലിച്ചെടുത്ത് സഹായിക്കും. അപ്പോൾ ചെടിക്ക് പെട്ടെന്ന് ഫലപ്രദമായിട്ടുള്ള ഒരു വളമാണ്. DAP വളത്തിൽ റിയാക്ഷൻ ടൈം വളരെ പെട്ടെന്നാണ്. 24 മണിക്കൂറിനുള്ളിൽ തന്നെ ചെടിയിൽ വലിച്ചെടുത്ത് തുടങ്ങും. ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, നമ്മുടെ ചെടി ഇരിക്കുന്നത് ഒത്തിരി തണുപ്പുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മുടെ ചെടി ഇരിക്കണമെങ്കിൽ അതിൻ്റെ ഒരു റിയാക്ഷൻ ടൈം പതുക്കെ ആയിരിക്കും. അപ്പോൾ ചെടിക്ക് ഗുണം കിട്ടാനായിട്ട് സമയമെടുക്കും. ഇതിട്ട് കൊടുത്ത് 2 മുതൽ 5 ദിവസത്തിനുള്ളിൽ തന്നെ ചെടിയിൽ പൂവും ഉണ്ടാകും എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. നമ്മൾ കൊടുക്കുന്ന DAPയിൽ പോഷകങ്ങൾ ചെടിയെ വലിച്ചെടുത്ത് അത് ചെടിക്ക് ഫലപ്രദമാകുന്നു. അത്രയ്ക്ക് ഫാസ്റ്റാണ്. അപ്പോൾ ഈ വളം, DAP വളം, പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇലച്ചെടികൾക്ക് നമുക്ക് ഈ വളം കൊടുക്കേണ്ടതില്ല കേട്ടോ. ഇലച്ചെടികൾക്ക് ഫോസ്ഫറസ് അടങ്ങിയ നൈട്രജൻ കൂടിയ വളങ്ങളാണ് നമ്മൾ ഇലച്ചെടികൾക്കൊക്കെ കൊടുക്കേണ്ടത്. ഞാൻ സംസാരിക്കുമ്പോൾ വോയിസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് ചെറിയൊരു ഫീവറൊക്കെ വന്നുകൊണ്ട് സൗണ്ട് അടഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് കേൾക്കുന്നവർ ഒന്ന് ക്ഷമിക്കണേ.
അതുപോലെ തന്നെ DAP പൂച്ചെടികൾക്ക് മാസത്തിൽ ഒരിക്കൽ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കാം കേട്ടോ. അധികം ഇട്ട് കൊടുക്കരുത്. നമുക്ക് മാസത്തിലൊക്കെ ഒരിക്കൽ ഇട്ട് കൊടുക്കാം. ചെടിച്ചട്ടിയുടെ ആ സൈസും വലിപ്പവും നോക്കിയിട്ട് മാത്രമാണ് ഇട്ട് കൊടുക്കാമുള്ളൂ. ചെറിയ ചട്ടിയിലാണെങ്കിൽ നമുക്ക് 10 ബോൾസൊക്കെ DAP ഇട്ട് കൊടുക്കാം. വെള്ള DAP ആണെങ്കിൽ അത് നിങ്ങൾക്ക് ചെടിയുടെ ചുവട്ടിൽ ഒന്നെങ്കിൽ ലയിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ബോൾസ് രൂപത്തിൽ ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു ചെടിയാണെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഒരു 15 എണ്ണം മുതൽ 20 എണ്ണം വരെ ബോൾസുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വലിയ ചെടിച്ചട്ടി നല്ല വലിപ്പമുള്ള ചെടിയൊക്കെ ആണെങ്കിൽ 40 ബോൾസോ 50 ബോൾസൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ DAP വളം ചട്ടിയിൽ നിൽക്കുന്ന ഒരു ചെടിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ മാത്രമാണ് ഇത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. DAP ഇട്ട് കൊടുക്കുന്നത് ചെടിച്ചട്ടി നന്നായി നനയ്ക്കണം, എങ്കിലാണ് ആ വളം പെട്ടെന്ന് മണ്ണിൽ ലയിച്ച് ചേരുള്ളൂ. നമ്മൾ DAP വളം ലയിപ്പിച്ചാണ് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ചെടിയുടെ വൈകുന്നേര സമയത്ത് ചെടിയുടെ ആ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ബോൾസായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടിയുടെ ആ ഒരു തണ്ടിൻ്റെ താഴെ ഇട്ട് കൊടുക്കരുത്. ചട്ടിയുടെ കുറച്ച് നീക്കിയിട്ട് വേണം നമ്മൾ വേരൊന്നും പൊട്ടാതെ ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക, എന്നിട്ട് നനച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ചെടികൾക്ക് ചിലവർ ലയിപ്പിച്ച് കൊടുത്തിട്ട് പൂക്കളിൽ ഇലയിൽ സ്പ്രേ ചെയ്യാറുണ്ട്. ഞാനങ്ങനെ ചെയ്യാറില്ല. ചെടിയുടെ ചോട്ടിൽ മാത്രമാണ് ഒഴിച്ചു കൊടുക്കാറുള്ളൂ. പിന്നെ പ്രൂൺ ചെയ്യുന്ന ചെടികൾക്ക് DAP കൊടുക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഇത് ഗ്രോത്ത് മിക്സർ നന്നായിട്ട് കൊടുത്ത ഒരു ചെടിച്ചട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് DAP ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് നമ്മളിപ്പോൾ പ്രൂണൊക്കെ ചെയ്യത്തില്ലേ, ഹാർഡ് പ്രൂണൊക്കെ ചെയ്ത് വെക്കുന്ന ഒരു ചെടിയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും DAP ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തഴച്ച് വളരാനും ഇലകൾ പെട്ടെന്ന് വളർന്ന് നല്ല വേരുകൾക്ക് ബലമൊക്കെ കിട്ടാനായിട്ട് 10 ദിവസം കൊണ്ട് കിടന്ന ചെടി നല്ല രീതിയിൽ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു 10 ദിവസം ഇടവിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി പ്രൂൺ ചെയ്തതിന് ശേഷം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് NPK കൊടുക്കാം കേട്ടോ. NPK നമുക്കൊരു 15 ദിവസം ഇടവിട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നന്നായിട്ട് പൂക്കൾ തരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് NPK വളവും. പലരും DAP വളവും NPK കൂടി മിക്സ് ചെയ്ത് ഒരുമിച്ചിടണ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ DAPയുടെ കൂടെ NPK കൂടി ഈ മാസം ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല. അപ്പോൾ നിങ്ങൾ ഒരു 15 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുക്കുക കേട്ടോ, കുഴപ്പമില്ല. NPK നല്ലതാണ് നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരാൻ. അപ്പോൾ DAP കൊടുത്ത് 15 ദിവസം ഇടവിട്ടിട്ട് അല്ലെങ്കിൽ NPK കൊടുത്ത് 15 ദിവസം ഇടവിട്ടിട്ട് നമുക്ക് DAP ചെറിയ അളവിൽ കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് മാറ്റി കൊടുക്കാം. ഒരുമിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കണ്ട. കാരണം ഇപ്പോൾ പകൽ സമയത്ത് നല്ല രീതിയിൽ ചൂട് കൂടുതലാണ്. അപ്പോൾ ചെടി പെട്ടെന്ന് അത് നശിച്ചു പോകാനൊക്കെ സാധ്യത കുറവാണ്. പിന്നെ ഉണ്ടാകുന്ന പൂക്കളുടെ എണ്ണമൊക്കെ കുറയാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരേ സമയം ഉപയോഗിക്കുമ്പോൾ ചെടിയുടെ പ്രായവും കാലാവസ്ഥയും കണക്കിലെടുത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അളവ് ക്രമീകരിക്കുക. DAPയിൽ തന്നെ നൈട്രജനും ഫോസ്ഫറസും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിനൊപ്പം NPK കൂടി ഇടുമ്പോൾ അളവ് വളരെ കുറയ്ക്കണം. കടലാസെടിക്ക് ബൊഗൈൻവില്ല ഉണ്ടാകാൻ NPK 19-19 അല്ലെങ്കിൽ NPK 20-20 പോലുള്ള ബാലൻസ്ഡ് വളങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാലാവസ്ഥ ശ്രദ്ധിക്കുക. ഇപ്പോൾ ജനുവരി മാസമായതിനാൽ അന്തരീക്ഷത്തിൽ ചൂട് കൂടുതലാണ്. അപ്പോൾ 2 രാസവളങ്ങളും ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ അത് നല്ല രീതിയിൽ ചെടി കരിഞ്ഞു പോകാനുള്ള ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ വളം കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വളം കൊടുക്കുക. നമുക്ക് ചെടിക്ക് ആവശ്യമുള്ള വളങ്ങൾ ഇപ്പോൾ ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് പൂക്കളുണ്ടാവാൻ വേണ്ടി എല്ലാ വളങ്ങളും കൂടി നിങ്ങൾ ഒരുമിച്ചിട്ട് കൊടുക്കരുത്. ഗ്യാപ്പ് ഇട്ടിട്ട് വളം കൊടുക്കുക. രാസവളങ്ങൾ ഓവറായിട്ട് ചെടിക്ക് കൊടുക്കണം അത്ര നല്ലതല്ല. എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള വളങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ പരീക്ഷിച്ച് നമ്മുടെ ചാനലിൽ തന്നെ കുറേ വളങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചെടിയെല്ലാം സെയിലിന് വെച്ചേക്കുന്ന പ്ലാന്റ്സാണ്, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ വെച്ചിട്ടുണ്ട്. കട്ടിങ് പ്ലാന്റ്സ് ഒന്നുമില്ല, ചെറിയ തൈകളുണ്ട്. വെറൈറ്റി ബൊഗൈൻവില്ല പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് പ്ലാന്റ്സ് എല്ലാം അയച്ചു തരുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണുന്ന പ്ലാന്റ്സ് ഏതെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെടുമ്പാശ്ശേരി കാലടിയിലാണ്, എറണാകുളത്ത് കാലടിയിലാണ് നമ്മുടെ വീടാണ് കേട്ടോ. വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ചെടി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ കാണുന്ന വെറൈറ്റി പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ നമ്പർ വയ്ക്കാം, ഇതിനകത്ത് വന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതാ നമ്മുടെ ബൊഗൈൻവില്ല ചെടിയിൽ ധാരാളം പൂക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ NPK വളത്തിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ DAP വളം ഒരു രാസവളം ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അളവ് കൂടിപ്പോയാൽ ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചെറിയ അളവിൽ ഒന്നെങ്കിൽ മാസത്തിലൊരിക്കോ അല്ലെങ്കിൽ 15-20 ദിവസത്തിനിടയ്ക്കോ മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇലകളൊക്കെ വന്ന് പൂക്കളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് DAP ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് ഇലകൾ വരാനായിട്ടൊക്കെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും.
പ്രൂൺ ചെയ്ത കമ്പുകളിലൊക്കെ ആ സമയത്തൊക്കെ നമുക്ക് DAP ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ കടലാസിടി പൂക്കുന്നില്ലെങ്കിൽ നിങ്ങൾ DAP മേടിച്ച് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ NPK ഒക്കെ ഉപയോഗിക്കുക കേട്ടോ. DAP കിട്ടുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഗുണകരം ഈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.